Hi guys, welcome back to Jill's World. നമ്മുടെ പൂന്തോട്ടത്തിൽ വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ് പത്തുമണിച്ചെടി. പത്തുമണിച്ചെടിയെ ടേബിൾ റോസ്, മോസസ് റോസ്, പോട്ടിലാക്ക എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. മാത്രമല്ല ഇത് ഒരുപാട് കളറിലും വ്യത്യസ്ത തരത്തിലും പത്തുമണിച്ചെടികളുണ്ട്. ഈ ചെടിക്ക് നല്ലപോലെ വെയിൽ വേണം. വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ മാത്രമേ ഇതിന് നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. തണ്ടുകൾ മുറിച്ച് നട്ടാണ് പത്തുമണിച്ചെടികൾ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും. നല്ല കരുത്തുള്ള തണ്ടുകൾ വേണം നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കാൻ. കല്ലുകളൊക്കെ നീക്കം ചെയ്ത മണ്ണിനോടൊപ്പം തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിശ്രിതത്തിലാണ് നമ്മൾ ഈ തണ്ടുകൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയാൽ നമുക്ക് ആ ബ്രാഞ്ചസ്, അതായത് ആ തണ്ടുകൾ വെട്ടിക്കളയണം, അതായത് മുറിച്ചു മാറ്റണം. മുറിച്ചു മാറ്റും തോറും അതിൻ്റെ തണ്ടുകളുടെ അളവ് കൂടുകയും കൂടുതൽ നല്ല തിക്കോടുകൂടി തന്നെ വളർന്ന് നല്ല കരുത്തോടുകൂടിയുള്ള പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുന്നു. അതുപോലെ പൂക്കൾ ഉണ്ടായതിനു ശേഷം പൂക്കൾ ഉണങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ആ തണ്ട് മുറിച്ചു മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ തണ്ടുകൾ ഉണ്ടാവുകയും അതിലൊക്കെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നല്ല കരുത്തോടു കൂടി തന്നെ പൂക്കൾ ഉണ്ടാവാനും ഇത് സഹായിക്കുന്നു. പിന്നെ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളം കെട്ടി നിന്നാൽ തണ്ട് ചീഞ്ഞു പോവുകയും അതേപോലെ വെള്ളം ഒഴിക്കാതിരുന്നാൽ തണ്ട് ഉണങ്ങി പോവുകയും ചെയ്യും. ഇത് രണ്ടും ഈ ചെടിക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നു. അതിൻ്റെ വളർച്ചയും പൂവിടലും കുറയും. പിന്നെ പത്തുമണിച്ചെടികൾ മണ്ണിലും ഗ്രോ ബാഗിലും അതേപോലെ തന്നെ ചെടിച്ചട്ടികളിലും നടാവുന്നതാണ്. മഴയത്ത് വെച്ചാൽ ഇത് നശിച്ചു പോകും. മഴക്കാലത്ത് വളരെയധികം കെയറിങ് കൊടുക്കേണ്ട ഒരു ചെടിയാണ് പത്തുമണിച്ചെടി. മഴവെള്ളം കൊണ്ടാൽ ഇതിൻ്റെ ഇലയും പൂക്കളും ചീഞ്ഞു പോവും. മഴയത്ത് വെച്ചാൽ തന്നെ ഇത് നശിച്ചു പോവും. മഴ നനയാതെ വെക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ കാറ്റും വെളിച്ചമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോഴും ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് കേടുവന്ന് പോവും, ഇതിന് ചീഞ്ഞു പോവും. ഇതിന് സൂര്യപ്രകാശം കിട്ടണം. അത്യാവശ്യം തണൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ചാൽ നമുക്ക് ചില സമയങ്ങളിൽ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് കെയർ ചെയ്യാനും പറ്റും. ഇതിനൊക്കെ പുറമെ നമ്മൾ അടുക്കളയിൽ ദിവസവും വേസ്റ്റാക്കി കളയുന്ന സവാളയുടെ തോല് നമുക്ക് ഇതിനായിട്ട് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ സവാളയുടെ തോലൊക്കെ രാത്രി കുറച്ച് വെള്ളത്തിൽ ഒരു പാത്രത്തിലിട്ട് വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലിട്ട് വെക്കുക. അങ്ങനെ കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ആ വെള്ളം രാവിലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പെടുത്തിട്ട് അരിച്ചെടുക്കണം. കാരണം സ്പ്രേ ബോട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലൊക്കെ തടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ അരിപ്പെടുത്ത് അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ചീഞ്ഞു പോവുകയോ ഒന്നുമില്ല. നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് എത്ര അളവാണോ കിട്ടിയത് അതിൻ്റെ അത്രയും കൂടെ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പത്തുമണിച്ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് കൂടുതൽ കരുത്തോടു കൂടി പൂക്കൾ ഉണ്ടാവാനും അതേപോലെ തന്നെ നല്ല തിക്കോടുകൂടി പൂക്കൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നു. ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയണമെന്നൊന്നുമില്ല. നമുക്ക് എല്ലാ ചെടികളിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഏത് വെറൈറ്റി പത്തുമണിച്ചെടികളിലും ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇതിൻ്റെ അളവ് കൂടിപ്പോയാലും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചെടികൾ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. പിന്നെ പത്തുമണിച്ചെടിയിൽ പ്രൂണിങ് അത്യാവശ്യമാണ്. കാരണം നമ്മൾ പൂവിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും ആദ്യമായിട്ട് പൂവിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ തണ്ടുകൾ മുറിച്ച് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് കരുത്തോടുകൂടി തിക്കോടുകൂടി അതിൻ്റെ ഇരട്ടി പൂക്കളും അതേപോലെ തന്നെ ഇരട്ടി തണ്ടുകളും ഉണ്ടാവാൻ സഹായിക്കുകയുള്ളൂ. നമ്മൾ ആ പൂവിട്ട സമയത്ത് നമുക്കത് മുറിച്ച് മാറ്റാൻ വിഷമം കാണും. എന്നാൽ പോലും നമുക്ക് കൂടുതൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുള്ളവർ നമ്മൾ ആ സമയത്ത് വീണ്ടും കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ബ്രാഞ്ചസ് വരാനായിട്ട് കാത്തിരിക്കണം. അതിനുശേഷം ഉണ്ടാവുന്ന ചെടികൾ, അതായത് പൂക്കൾ വളരെ കരുത്തോടു കൂടി തന്നെ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലുള്ള സവാളയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടി തന്നെയുള്ള പൂക്കൾ ഉണ്ടാവുകയാണ്. പിന്നെ ഈ ചെടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല വെയിലുള്ള ഭാഗത്ത് വേണം വെക്കാനായിട്ട്. രണ്ടാമതായിട്ട് അതിൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കരുത്. പിന്നെ ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മഴക്കാലത്ത് നമുക്ക് പ്രൂണിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ തണ്ടുകൾ മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് അത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മഴക്കാലം കഴിയുന്നതോടുകൂടി അത് വീണ്ടും തണ്ടുകൾ വളർന്ന് വരാനും അതേപോലെ തന്നെ നല്ല പൂക്കൾ ഉണ്ടാവാനും സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.